ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വളരെ അനുഗ്രഹീതമായ ഒരു ദിവസം നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. കർത്താവിൻ്റെ വചനം കേൾക്കുന്ന സമയം, കർത്താവിൻ്റെ വചനം ഭൂമിയിലേക്ക് എഴുന്നള്ളി വരുന്ന സമയം, ജീവൻ്റെ വചനം കേൾക്കാൻ നമുക്ക് ലഭിക്കുന്ന സമയം, വചനം ശ്രദ്ധിക്കാൻ നമ്മുടെ ഹൃദയത്തെ കർത്താവ് ഒരുക്കുന്ന സമയം, സ്വർഗീയ വിത്ത് നമ്മുടെ ഹൃദയത്തിൽ പാകുന്ന സമയം, ഹൃദയത്തെ ഒരുക്കി വിത്ത് പാകുന്നതിന് സജ്ജമാക്കി നാം ഓരോരുത്തരും വന്നുകൂടുന്ന സമയം. ദൈവത്തിന് സ്തോത്രം. ഈ ലോക ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും മഹത്തായ ഒരു അനുഭവമാണ് ക്രിസ്തുവിൻ്റെ വചനം കേൾക്കാൻ പറ്റുന്നു എന്നുള്ളത്, ക്രിസ്തുവിൻ്റെ വചനം സ്വീകരിക്കാൻ പറ്റുന്നു എന്നുള്ളത്, ക്രിസ്തുവിൻ്റെ വചനം അനുസരിക്കാൻ പറ്റുന്നു എന്നുള്ളത്. വചനം കേൾക്കുക, വചനം സ്വീകരിക്കുക, വചനം അനുസരിക്കുക, അതൊരു മഹാഭാഗ്യമാണ്. ജീവൻ്റെ വചനം കാലാകാലങ്ങളിൽ ഈ വചനം കൊണ്ട് അത്ഭുതകരമായ അനുഗ്രഹങ്ങൾ നേടിയ അനേകം ആളുകളുണ്ട്. അനേകം ആളുകൾ വചനത്തിൻ്റെ അത്ഭുത ശക്തി അനുഭവിച്ചുകൊണ്ട് വളരെ പ്രശാന്തമോഹനമായ ജീവിതം നയിച്ച ആളുകളുണ്ട്. സന്തോഷ സമന്വിതമായ ജീവിതം, സമാധാനം തിങ്ങുന്ന ജീവിതം, പ്രശാന്തി നിറയുന്ന ജീവിതം. ഇതിന് ഈ വചന ശുശ്രൂഷ വളരെ സഹായകമാണ്. ദൈവത്തിന് സ്തോത്രം. എന്നോ ഒരു ദിവസം നാം ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകും. നാം എല്ലാവരും പണ്ട് CT സ്റ്റഡ് പറഞ്ഞതുപോലെ ഒരായുസല്ലേ ഉള്ളൂ, എത്ര വേഗം തീർന്നു പോകും. സ്റ്റഡ് പറഞ്ഞു, ജസ്റ്റ് വൺ ലൈഫ്, ഇറ്റ് വിൽ സൂൺ ബി പാസ്റ്റ്. ദാറ്റ് വിച്ച് ഇസ് ഡൺ ഫോർ ക്രൈസ്റ്റ് അലോൺ വിൽ ലാസ്റ്റ്. ക്രിസ്തുവിന് വേണ്ടി ചെയ്യുന്നത് മാത്രമേ നിലനിൽക്കുകയുള്ളൂ. ഒരായുസേ ഉള്ളൂ, പല ആയുസ് ജീവിക്കാനില്ല. ഒന്നുകൂടി നന്നായി ജീവിക്കാൻ വേറൊരു ആയുസില്ല. കഴിഞ്ഞതങ്ങ് തീർന്നില്ലേ? ഇന്ന് നാം ദൈവത്തിന് വചനം കേൾക്കുന്ന ഈ സമയം ഒന്ന് ചിന്തിക്കൂ. കഴിഞ്ഞ നിമിഷങ്ങൾ കഴിഞ്ഞുപോയി, കഴിഞ്ഞ മണിക്കൂറുകൾ കഴിഞ്ഞുപോയി, കഴിഞ്ഞ ദിവസങ്ങൾ കഴിഞ്ഞുപോയി, കഴിഞ്ഞ നാളുകൾ കഴിഞ്ഞുപോയി. അതങ്ങ് പോയി, പിന്നിലേക്ക് മാറി. ഇന്ന് എന്ന ഒരു സന്ദർഭത്തിൽ നാം എത്തി നിൽക്കുകയാണ്. നാളെ എന്തെന്ന് നമുക്ക് അറിഞ്ഞുകൂടാനും. ഏതോ ഒരു മകൻ പറഞ്ഞു, യെസ്റ്റർഡേ ഈസ് എ ഹിസ്റ്ററി, ടുമോറോ ഈസ് എ മിസ്റ്ററി ആൻഡ് ടുഡേ ഈസ് എ ഗിഫ്റ്റ്. ഇന്നലെ എന്നുള്ളത് ഒരു ചരിത്രമായി പോയി, ചരിത്രത്തിൻ്റെ ഭാഗമായി. യെസ്റ്റർഡേ ഈസ് എ ഹിസ്റ്ററി, ടുമോറോ ഈസ് എ മിസ്റ്ററി. നാളെയോ? നാളെ എന്ത് ആർക്കറിയാം? അത് രഹസ്യമാണ്. ടുമോറോ ഈസ് എ മിസ്റ്ററി ആൻഡ് ടുഡേ ഈസ് എ ഗിഫ്റ്റ്. ഇന്ന് അത് വലിയ ദാനമാണത്, ദൈവത്തിൻ്റെ സമ്മാനമാണ്. ടുഡേ ഈസ് എ ഗിഫ്റ്റ്, ദൈവത്തിൻ്റെ സമ്മാനം, ദൈവം തന്ന ഒരു അനുഗ്രഹീതമായ സമയം. ഈ ഒരു നിമിഷം പിന്നെ ഈ നിമിഷം കിട്ടാൻ പോകുന്നില്ല. അതാണ് പറയുന്നത്, ജസ്റ്റ് വൺ ലൈഫ്, ഒരായുസല്ലേ ഉള്ളൂ. ഇറ്റ് വിൽ സൂൺ ബി പാസ്റ്റ്. എത്ര വേഗം തീർന്നു പോകും. ദാറ്റ് വിച്ച് ഇസ് ഡൺ ഫോർ ക്രൈസ്റ്റ് അലോൺ വിൽ ലാസ്റ്റ്. ക്രിസ്തുവിന് വേണ്ടി ചെയ്തത് മാത്രമേ നിലനിൽക്കുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഈ ആയുസ് എന്ത് തീരുമെന്ന് അറിയാൻ വയ്യാത്തത് കൊണ്ട് ഉള്ള കാലം അനുഗ്രഹീതമായി ചെലവഴിക്കണം. കാരണം നാം ഒരു നിത്യവിശ്രമത്തിലേക്ക് നീങ്ങുകയാണ്. നിത്യമായ വിശ്രമം. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ നാം കണ്ടു, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. വായിച്ച് 14:13. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു, അത് പറഞ്ഞത്, എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അതെ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. ഒരു വിശ്രമം കിട്ടുകയാണ്. കർത്താവിൽ മരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യമാണ്. ഒരു വിശ്രമം കിട്ടുകയാണ്. അധ്വാനഭാരമുള്ള മനുഷ്യൻ, ജോലി തിരക്കുള്ള മനുഷ്യൻ ജോലി ചെയ്ത് ക്ഷീണിച്ച് തളർന്ന് ഒന്ന് വിശ്രമിക്കാനിരിക്കുന്നത് പോലെ നമുക്ക് മരണം വഴിയായി വിശ്രമം കിട്ടുകയാണ്. പലപ്പോഴും നാം ഇന്ന് അത് മനസ്സിലാക്കുന്നില്ല. വിശ്രമം കിട്ടുന്നോ? പലർക്കും മരണമെന്ന് കേൾക്കുമ്പോൾ പേടിയാണ്. മരണമെന്ന് കേൾക്കുമ്പോൾ എന്തോ ഒരു വിഭ്രാന്തിയാണ്, ഒരു പരിഭ്രമമാണ്. മരണം, എല്ലാം തീരുന്നു,
അല്ലാതെ തീരുന്നില്ല. മരണം നിത്യത്തിലേക്കുള്ള ഒരു ചവിട്ടുപടിയാണ്, നിത്യത്തിലേക്കുള്ള ഒരു വാതിലാണ്. നിത്യത, അനന്തമായി കിടക്കുന്ന നിത്യതയിലേക്ക് നാം പ്രവേശിക്കുന്നതിനുള്ളതായ ഒരു വാതിലാണ് മരണം. നിത്യതയിലേക്ക് നാം കടന്നു ചെല്ലുകയാണ്. അവിടെ നമുക്ക് വിശ്രമമുണ്ട്. ഇന്ന് നമുക്കിവിടെ ക്ലേശങ്ങളുണ്ട്. ഇന്ന് നമുക്ക് കഷ്ടതകൾക്ക് വിശ്രമമില്ല, കഷ്ടതകൾ ധാരാളം. ദുരിതങ്ങൾക്ക് വിശ്രമമില്ല, ദുരിതങ്ങൾ ധാരാളം. ഇന്ന് എന്തുമാത്രം യാതനകളാണ് ഓരോരുത്തർ അനുഭവിക്കുന്നത്, എന്ത് ക്ലേശിച്ചാണ് ഓരോ ദിവസം കഴിയുന്നത്, എന്തെന്ത് പ്രതിസന്ധികളിലെയാണ് നാം അഭിമുഖീകരിക്കുന്നത്. നാം ഓരോരുത്തരും ദൈനംദിനം എത്രയെത്ര കുരുക്കുകളിലാണ് വീണുകൊണ്ടിരിക്കുന്നത്, എത്രയെത്ര അവിവേകങ്ങളിലാണ് നാം കുടുങ്ങിപ്പോകുന്നത്, എത്രയെത്ര അബദ്ധങ്ങളാണ് നമുക്ക് വന്നു പോകുന്നത്. നമ്മുടെ ഓരോ ചുവടുവയ്പ്പിലും ചിലപ്പോൾ അബദ്ധങ്ങൾ പറ്റിപ്പോകുന്നു. ഇന്ന് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് പല രീതിയിലുള്ളതായ പരാജയങ്ങൾ വരുന്നു. ഇന്ന് വിശ്രമമില്ല, മനസ്സിന് വിശ്രമമില്ല, നമ്മുടെ ചിന്താമണ്ഡലത്തിന് വിശ്രമമില്ല, നമ്മുടെ വികാരമണ്ഡലത്തിന് വിശ്രമമില്ല, നമ്മുടെ ശരീരത്തിന് വിശ്രമമില്ല. ശരീരവും ക്ലേശിച്ചല്ലേ, അധ്വാനിച്ചല്ലേ ജീവിക്കാൻ പറ്റൂ. അധ്വാനിക്കുന്നു, പക്ഷേ രാവെന്നില്ല പകലെന്നില്ല അധ്വാനിച്ചാലും വരവുകൊണ്ട് ചിലവ് തികയാത്ത രീതിയിൽ, ചിലവിന് മുട്ടാത്ത രീതിയിൽ വിഷമിക്കുന്നു. എന്നും കടം മേടിക്കേണ്ടി വരുന്നു, വലയുന്നു. എത്ര പേർക്കുണ്ട് ഈ ഭൂമിയിൽ ഒരു നീക്കിവാക്കി? ഈ ലോകത്ത് ജീവിക്കുന്ന എത്ര പേർക്കുണ്ട് ഒരു സുഭിക്ഷത? ഇല്ല. പലരും ഓരോ തരത്തിലുള്ളതായ ദാരിദ്ര്യവും പ്രയാസവും അനുഭവിക്കുന്നവരാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ വലയുന്ന മനുഷ്യന് ഒരു വിശ്രമം വേണം, വിഷമിക്കുന്ന മനുഷ്യന് ഒരു വിശ്രമം വേണം. സാധാരണ ആളുകൾ പറയും, എന്നാ എനിക്കൊരു വിശ്രമം കിട്ടിയിട്ടുള്ളത്? ജനിച്ചന്നു മുതലേ ദുരിതം, ജനിച്ചന്നു മുതലേ പ്രയാസം, ജനിച്ചന്നു മുതലേ അടിമത്വം, എന്നും ദുരിതം, എന്നും പ്രയാസം. ഓരോരുത്തരും ചിന്തിച്ചറിയാം. നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ തന്നെ ചിന്തയിലുള്ളതല്ലേ? ഇല്ലേ? നിങ്ങൾ ചിലരൊക്കെ ചിന്തിക്കാറില്ലേ, എനിക്ക് എന്നാ ഇനിയൊരു വിശ്രമം കിട്ടുക? കണ്ണടഞ്ഞാൽ അറിയാം എന്ന് പറഞ്ഞാൽ മരിച്ചാൽ വിശ്രമം കിട്ടിയേക്കും. അങ്ങനെ ഭാരപ്പെട്ട് ഞരങ്ങുന്ന മനുഷ്യൻ വേദവസം പറയുന്നു, എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ, അതെ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. പ്രയത്നങ്ങളിൽ നിന്നുള്ള വിശ്രമം ലഭിക്കാൻ പോവുകയാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, എനിക്ക് മരിക്കുന്നത് ലാഭമാണ്, ജീവിക്കുന്നത് ക്രിസ്തുവാണ്. ജീവിക്കുന്നെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നു, പ്രയോജനമാണ്. അല്ലേ? അത് ഞാൻ മരിക്കുകയാണോ? ലാഭമാണ്, എനിക്ക് വിശ്രമിക്കാം. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ഇരിപ്പം ഞാൻ അതിയായി കാക്ഷിക്കുന്നു. അപ്പോസ്തലൻ പറയുകയാണ്, എനിക്ക് ഈ ഭൂമിയിലെ ജീവിതം കഴിഞ്ഞ് എത്രയും വേഗം ക്രിസ്തുവിലേക്ക് പോകാൻ ഞാൻ ഇങ്ങനെ ബന്ധപ്പെടുകയാണ്. പക്ഷേ ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത് ആവശ്യമാണെങ്കിൽ അത് മുഴുവൻ ജീവിക്കാൻ ഞാൻ തയ്യാറുമാണ്. ഫിലിപ്പിയ ലേഖനത്തിൽ അപ്പോസ്തലൻ പറയും, 1-ാം അധ്യായത്തിൽ, ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തിൽ, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ഇരിപ്പാൻ എനിക്ക് കാക്ഷിയുണ്ട്. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭം. പ്രിയപ്പെട്ടവർ, നമുക്ക് ഈ വാക്യം കേൾക്കുമ്പോൾ എൻ്റെ ഉള്ളത്തിൽ നീ വാക്യം വരുമോ എന്ന് ചിന്തിക്കണം. എൻ്റെ ഹൃദയത്തിൽ നീ വാക്യം വരുമോ? ഞാൻ ഇന്ന് കടന്നുപോയാൽ വിശ്രമിക്കാൻ പോകുന്നു, സന്തോഷത്തോടെ കടന്നു പോകുമോ? ഇന്ന് ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടാൽ വേല തികച്ചു, ചെയ്യേണ്ടതെല്ലാം ചെയ്തു, ഈ ഭൂമിയിലേക്ക് എന്നെ കൊണ്ടുവന്നപ്പോൾ കർത്താവ് എന്നെക്കുറിച്ച് പ്രതീക്ഷിച്ചിരുന്നതെല്ലാം നിറവേറിക്കഴിഞ്ഞു, എന്നിൽ കർത്താവ് വെച്ചിരുന്ന ആശകൾ നിറവേറ്റാൻ ഭാഗ്യം ലഭിച്ചു, ഞാനിതാ വിശ്രമിക്കാൻ പോകുന്നു, ഞാനിതാ ഉറങ്ങാൻ പോകുന്നു, വിശ്രമമില്ലാത്ത ജോലികളെല്ലാം കഴിഞ്ഞ് ഉറങ്ങാൻ പോകുന്നു, വിശ്രമിക്കാൻ പോകുന്നു. അങ്ങനെ ഒരു പ്രത്യാശ നമ്മുടെ ഹൃദയത്തിൽ നിറയുന്നുണ്ടോ? ഇന്ന് നാം എല്ലാം ഭൗതികമായ പല കെട്ടുപാടുകളിൽപ്പെട്ട് അങ്ങനെ കുടുങ്ങി കിടക്കുകയാണ്. ഭൗതികമായ ചില കെട്ടുപാടുകൾ പല കാര്യങ്ങളിൽ. നമ്മുടെ കുടുംബമുണ്ട്, നമ്മുടെ ഭാര്യയുണ്ട്, അല്ലെങ്കിൽ ഭർത്താവുണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങളുണ്ട്, വീട്ടിലെ കാര്യങ്ങളുണ്ട്, വീട്ടിലെ ജോലിയുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ, തിരക്ക് പിടിച്ച ജീവിതം. എന്നാൽ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ഇരിപ്പാൻ എനിക്ക് അതിയായ കാംക്ഷയുണ്ടെന്ന് അപ്പോസ്തലൻ പറയുന്നത് പോലെ ഒന്ന് വായിക്കൂ. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്, അത് അത്യുത്തമമല്ലോ. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ഇരിക്കുക, അത് മരണം വഴി ക്രിസ്തുവിൻ്റെ ഇതിലേക്ക് ചെത്തുക, അത് അത്യുത്തമമല്ലോ. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. വിശ്രമത്തിലേക്ക് പോവുകയാണ്, ലാഭമാണ്. എന്നാൽ ജഡത്തിൽ ജീവിക്കുന്നതിനാൽ എൻ്റെ വേലയ്ക്ക് ഫലം വരുമെങ്കിൽ ഏത് തിരഞ്ഞെടുക്കേണ്ടുവെന്ന് ഞാൻ അറിയുന്നില്ല. ഞാൻ ഈ ശരീരത്തിലിരിക്കുന്നതിനാൽ
എൻ്റെ വേലയ്ക്ക് അത് പ്രയോജനമാണെങ്കിൽ മരണമാണോ ജീവനാണോ ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് ഞാൻ അറിയുന്നില്ല. ഇവ രണ്ടിനാലും ഞാൻ ഞെരുങ്ങുന്നു. മരണമാണോ ജീവനാണോ ഇത് രണ്ടിനാലും ഞാൻ ഞെരുക്കുന്നു. ഏത് വേണം? ഞാൻ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത് ആവശ്യമാണോ? ഞാൻ തയ്യാറാണ്. അല്ല, മരിക്കുന്നത് ആവശ്യമാണോ? ഞാൻ തയ്യാറാണ്. ഇത് രണ്ടിനാലും ഞാൻ ഞെരുങ്ങുന്നു. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടി ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്. അത് അത്യുത്തമമല്ലോ. അത്യുത്തമമല്ലോ. എന്നാൽ ഞാൻ ജഡത്തിലിരിക്കുന്നത് നിങ്ങൾ നിമിത്തം ഏറെ ആവശ്യം. ശരീരത്തിൽ ജീവനോടിരിക്കുന്നത് നിങ്ങൾ, ഫിലിപ്പിയരെ നിങ്ങൾക്ക് നിമിത്തം, ദൈവസഭ നിമിത്തം, ജനങ്ങൾ നിമിത്തം, നിങ്ങൾ നിമിത്തം ഏറെ ആവശ്യം. ഞാൻ ജീവിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഏറെ നല്ലത്, നിങ്ങൾ നിമിത്തം ഏറെ ആവശ്യം. ഇങ്ങനെ ഉറച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അഭിവൃദ്ധിക്കും സന്തോഷത്തിനുമായി തന്നെ ഞാൻ ജീവനോടിരിക്കുമെന്നും നിങ്ങളോട് എല്ലാവരോടും കൂടി ഇരിക്കുമെന്നും അറിയുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലൻ്റെ ഹൃദയത്തിൻ്റെ നിർണയം നാം ആ വാക്യം വായിക്കുമ്പോൾ നാം ഒരു സെക്കൻഡ് ഒന്ന് ചിന്തിക്കൂ. ഞാൻ ഇന്ന് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുമെങ്കിൽ ഞാൻ പ്രസന്നതയോടെ കടന്നു പോകുമോ? ഞാൻ സന്തോഷത്തോടെ കടന്നു പോകുമോ? നാളത്തെ പ്രഭാതം കാണുന്നതിന് മുൻപ് ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നെങ്കിൽ ഞാൻ പ്രസന്നതയോടെ ആയിരിക്കുമോ ഞാൻ കടന്നു പോകുന്നത്? ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ബിഫോർ ഡെത്ത് കംസ് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ബിഫോർ ഡെത്ത് കംസ്. അത് എഴുതിയ ഡോക്ടർ മോറിസ് റൗലിങ്സ് അദ്ദേഹം ഒരാളുടെ മരണത്തെ കുറിച്ച് പറയുകയാണ്. ഡോക്ടറുടെ ഒരു കാർഡിയോളജിസ്റ്റാണ്, ഹൃദ്രോഗ വിദഗ്ധനാണ്. അദ്ദേഹത്തിൻ്റെ കൊറോണറി യൂണിറ്റിൽ രോഗികളെ കൊണ്ടുവരാറുണ്ട്. ഹാർട്ട് അറ്റാക്ക് മൂലമോ ബ്രെയിൻ സ്ട്രോക്ക് മൂലമോ ഒക്കെ വരുന്ന രോഗികൾ അവിടെ കൊണ്ടുവന്ന് റിസസിറ്റേഷൻ കൊടുത്ത് റിസസിറ്റേഷൻ മൂലം അവർക്ക് ജീവൻ കിട്ടാറുണ്ട്, ചിലർക്ക് ജീവൻ കിട്ടാറുണ്ട്. ഒരാൾ മരിക്കുന്നതിനെക്കുറിച്ച് അദ്ദേഹം എഴുതിയിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. അതിൻ്റെ ആ പുസ്തകത്തിൻ്റെ ആദ്യ ഭാഗത്ത് അദ്ദേഹം ഒരു വിശ്വാസിയാണ്. എന്നാൽ ആ മരിക്കുന്നയാൾ വിശ്വാസിയാണെങ്കിലും മരണം വരുന്നത് അറിയുന്നില്ല. രാത്രി ഉറങ്ങാൻ കിടന്നപ്പോൾ ഒരു കുഴപ്പവുമില്ല. ഉറങ്ങാൻ കിടന്നു, രോഗമൊന്നുമില്ല, വേദനയൊന്നുമില്ല, പ്രയാസമില്ല. ഏതാണ്ട് പാതിര കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ഏതാണ്ട് ഒരു അസ്വസ്ഥത, വയറിൽ അസ്വസ്ഥത ഒരുപക്ഷെ വല്ല ഗ്യാസ് ട്രബിൾ ആയിരിക്കുമോ അല്ല അസിഡിറ്റി ആയിരിക്കുമോ എന്നൊക്കെ വിചാരിച്ചു. കുറച്ച് കാര്യവിവരമുള്ള ആളാണ്. ഈ അസിഡിറ്റിക്കുള്ള ഏതോ ചില ടാബ്ലറ്റ്സ് അദ്ദേഹം കഴിച്ചു. അപ്പോൾ സാധാരണ ഇതിൽ മാറാറുണ്ട്, പക്ഷേ മാറുന്നില്ല. പിന്നെ അങ്ങോട്ട് വയറ് എരിച്ചിൽ പോലെ. ഇത്തിരി കഴിഞ്ഞപ്പോഴേക്ക് ഏതാണ്ട് ഇങ്ങനെ പൊങ്ങി വന്ന് കഴുത്തോളം വരുന്നു. എന്തോ ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും നെഞ്ചിലൊരു പിടുത്തം, നെഞ്ചിലൊരു വേദന. ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും ഏതാണ്ട് നെഞ്ചത്ത് കയറിയിരിക്കുന്ന ഒരു ഭാരം, ഹെവിനെസ്. അദ്ദേഹം ഭാര്യയെ വിളിച്ചു. ഭാര്യ എഴുന്നേറ്റു. ഭാര്യയും കൂടി വന്നു. എന്താണ്, ഹോസ്പിറ്റലിൽ പോയാലോ? ഈ നെഞ്ചിലെ ഭാരം വർദ്ധിച്ചു വരുന്നു. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ശക്തമായ വേദനയായി. നെഞ്ച് പറിച്ച് കീറുന്ന പോലത്തെ വേദന, ഭയങ്കരമായ വേദന. ഉറങ്ങാൻ കിടക്കുമ്പോഴൊരു രോഗം ഉണ്ടായിരുന്നില്ല. എന്ത് പറ്റിയപ്പോൾ അതായത് മനസ്സിലായില്ല. ഹോസ്പിറ്റലിലെത്തി. അവിടെ ഡോക്ടർ മോറിസ് റൗലിങ്സിൻ്റെ ക്ലിനിക്കിലെത്തി. അവിടെ കൊണ്ടുചെന്നു. അവിടുത്തെ സിസ്റ്റേഴ്സ് എത്രയും വേഗം റിസസിറ്റേഷനുള്ളതായ ക്രമീകരണങ്ങളൊക്കെ ചെയ്തു. അവർ പരിശോധിച്ചപ്പോൾ ആദ്യം തന്നെ മനസ്സിലായി ഇത് ഹാർട്ട് അറ്റാക്കാണ്. ഡോക്ടർ പറഞ്ഞു ഹാർട്ട് അറ്റാക്കാണ്. ഡോക്ടർ ഭാര്യയോട് പറഞ്ഞു, നിങ്ങളിവിടെ നിൽക്കേണ്ട, ഒരു അല്പസമയം പുറത്ത് നിൽക്കുക. ഇപ്പോൾ നിങ്ങളിവിടെ നിന്നാൽ ഈ രോഗിക്ക് നല്ലതല്ല. രോഗിക്ക് മനസ്സിന് ഇളക്കമൊന്നും വരാൻ പാടില്ലാത്ത സമയമാണ്. നിങ്ങൾ പുറത്ത് നിൽക്കുമോ? ആ സ്ത്രീ വേദനയോട് ചോദിക്കുകയാണ്, അയ്യോ എന്താ വല്ല അപകടമാണോ? ഡോക്ടർ പറഞ്ഞു ഹാർട്ട് അറ്റാക്കാണ്, സിവിയർ അറ്റാക്കാണ്, രക്ഷ കിട്ടുക എന്നുള്ളത് പ്രയാസമാണ്. ഇങ്ങനെ പറഞ്ഞു ഡോക്ടർ പെട്ടെന്ന് അകത്തേക്ക് പോന്നു. അപ്പോഴേക്കും ആൾ അങ്ങ് മരിച്ചു കഴിഞ്ഞിരുന്നു. ഈ മരിക്കുന്നയാൾ അറിഞ്ഞില്ല മരിക്കുന്നറിഞ്ഞില്ല. അദ്ദേഹം നോക്കുമ്പോൾ വേദന മാറി. ഓ ഭാഗ്യം, ഇത്രയും നേരം ശക്തമായ വേദന ഉണ്ടായിരുന്നു, ഇപ്പോൾ വേദനയില്ല. എന്തൊരു വേദനയായിരുന്നു, നെഞ്ച് കീറിപ്പോകുന്നിടത്ത് വേദന, ഇപ്പോൾ വേദനയില്ല. ഭാഗ്യമായല്ലോ എന്നോർത്തു. പക്ഷേ അദ്ദേഹം നോക്കുമ്പോൾ ഡെഡ് ബോഡി അവിടെ കിടക്കുക. ആൾ പുറത്ത് കിടന്നിരിക്കുന്നത്, ആത്മാവ് പുറത്ത് കിടന്നു. ആത്മാവ് പുറത്ത് നിന്നുകൊണ്ടായി ഡെഡ് ബോഡി കാണുന്നത്. അപ്പോഴദ്ദേഹം മനസ്സിലായി, അയ്യോ അപ്പോൾ ഞാൻ മരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ശരീരത്തിൽ വേദനയില്ലല്ലോ, ഞാൻ മരിച്ചു കഴിഞ്ഞു. അല്പം കഴിഞ്ഞപ്പോഴേക്കും
ഒരു ഇരുണ്ട തുരങ്കത്തിൽ കൂടി പോകുന്നു. തുരങ്കത്തിൽ കൂടി, ഇരുണ്ടൊരു തുരങ്കത്തിൽ കൂടി പോകുന്നു. ഈ മനുഷ്യൻ്റെ ചിന്ത അപ്പോൾ എന്തെല്ലാമാണ് ചിന്തിക്കുന്നത്? എൻ്റെ ജീവിതകാലത്ത് ഞാൻ എന്തെല്ലാമാണ് കുഴപ്പത്തിൽ വീണുപോയത്, തെറ്റുകൾ സംഭവിച്ചു പോയത്, ദൈവമേ നീ അതെല്ലാം ക്ഷമിച്ചോ? ഇങ്ങനെയെല്ലാം ചിന്തിച്ചുകൊണ്ട് ആ തുരങ്കത്തിൽ കൂടി ഈ ആത്മാവ് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഭാഗ്യം കുറേ അങ്ങ് ചെന്നപ്പോഴേക്കും ഒരു വെളിച്ചമുള്ള സ്ഥലം കണ്ടു. ആ വെളിച്ചമുള്ള സ്ഥലത്തേക്ക് അദ്ദേഹത്തെ കയറ്റി നിർത്തി. അത് ഒരു പുൽപ്പരപ്പായിട്ടാണ് കണ്ടത്. പുൽപ്പരപ്പ് പോലെ മനോഹരമായ, നല്ല സുന്ദരമായ, നല്ല പച്ച പരവതാനി വിരിച്ചതുപോലത്തെ പുൽപ്പരപ്പ്. ആ പുൽപ്പരപ്പിലേക്ക് അദ്ദേഹം നോക്കിയപ്പോൾ അങ്ങ് ദൂരെ അദ്ദേഹത്തിൻ്റെ അപ്പനും ഉണ്ട് അമ്മയും ഉണ്ട് അവിടെ നിൽക്കുന്നു. ഈ മരിച്ചയാളുടെ അപ്പനും അമ്മയും ആത്മാവോടെ നിൽക്കുകയാണ്. അപ്പനും അമ്മയും തിരിച്ചറിഞ്ഞു. അപ്പനും അമ്മയും മരിച്ചപ്പോൾ ഏതൊരു രൂപത്തിലാണോ കണ്ടിരുന്നത് അതുപോലെ തന്നെയാണ് അവരവിടെ കാണുന്നത്. പിന്നീട് കുറേ കാര്യങ്ങൾ പറയുന്നത് ഞാനിപ്പോഴത് അതിലേക്ക് കടക്കുന്നില്ല. ആ പുസ്തകം നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് വായിച്ചാൽ നല്ലതാണ്. ബിഫോർ ഡെത്ത് കംസ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ആ മരണമെന്ന് പറയുന്ന ആ സന്ദർഭം നേരിട്ട് കഴിയുമ്പോഴാണ് ഞാൻ കടന്നു പോയല്ലോ എന്ന് മനസ്സിലാകുന്നത്. പിന്നെ എല്ലാം തീർന്നു. ഭാഗ്യവശാൽ ആ മനുഷ്യന് ഈ കൃത്രിമ ശ്വാസോച്ഛ്വാസം കിട്ടിയപ്പോൾ അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ പറ്റി, ജീവൻ തിരിച്ചു കിട്ടി. അദ്ദേഹം ഇടയ്ക്ക് കേൾക്കുന്നുണ്ട്, ഈ സമയത്ത് ഇടയ്ക്ക് കേൾക്കുന്നുണ്ട്, സിസ്റ്റേഴ്സ് പറയുന്നു നമുക്ക് റിപ്സ് അങ്ങ് ഒടിച്ചാലോ, ഈ വാരിയലുകൾ ഒടിച്ചാലോ എന്ന്. ഈ അമർത്തി കൃത്രിമ ശ്വാസോച്ഛ്വാസം കൊടുക്കുന്നതിന് റിപ്സ് ഒടിച്ചാലോ എന്ന്. ഷോക്ക് കൊടുത്തിട്ട് കൃത്രിമ ശ്വാസോച്ഛ്വാസം വേണ്ടതുപോലെ ആകുന്നില്ല, റെസിസ്റ്റേഷൻ ഫലപ്രദമാകുന്നില്ല. അതുകൊണ്ട് ഇടിച്ച് വയറിലിടിച്ച് നെഞ്ചിലിടിച്ച് അവിടെ റിപ്സ്, ഈ വാരിയലുകൾ ഒടിഞ്ഞാലും ശരി ആ ഹാർട്ട് വീണ്ടും പമ്പ് ചെയ്യാൻ സാധിക്കുമെന്ന് നോക്കുകയാണ്. ഭാഗ്യം, റെസിസ്റ്റേഷൻ ഫലപ്പെട്ടു, അദ്ദേഹം തിരിച്ചു വന്നു. അവിടെ അദ്ദേഹം കേട്ടത് എന്താണെന്നറിയാമോ? ആ മനോഹരമായ സ്വർഗ കവാടത്തിലെത്തിയപ്പോൾ അവിടെ നിന്നൊരു ശബ്ദം കേൾക്കാം, നിനക്കിപ്പോൾ വരാൻ സമയമായിട്ടില്ല, തിരികെ പോകാം. ഇപ്പോൾ വരാൻ സമയമായിട്ടില്ല, തിരികെ പോകാം. ആ ശബ്ദം കേൾക്കുകയുമല്ല, ഇതാ അദ്ദേഹം രക്ഷപ്പെട്ടല്ലോ എന്ന് ഡോക്ടർ പറയുന്നത് കേൾക്കുന്നു. ഉടനെ ശരീരത്തിലേക്ക് ജീവൻ തിരിച്ചു വന്നു. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ് ഈ സംഭവങ്ങളെല്ലാം, അദ്ദേഹത്തിന് കിട്ടിയ അനുഭവങ്ങൾ. ആ മരിച്ചയാൾക്ക് മരണശേഷം ഉണ്ടായ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞതാണ് ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം. ദൈവത്തിന് സ്തോത്രം. മരണം ഒരു യാഥാർത്ഥ്യമാണ്. മരണം ഒരു സമ്പൂർണ്ണ സത്യമാണ്. മരണത്തെ നാം നേരിടുമ്പോൾ പ്രസന്നതയോടെ നേരിടാൻ പറ്റണം. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ഞാൻ നല്ല പോരാട്ടം പോരാടി, ഞാൻ എൻ്റെ ഓട്ടം തികച്ചു, ഞാൻ എൻ്റെ വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. ദൈവത്തിന് സ്തോത്രം. മരണത്തോടടുക്കുമ്പോൾ ഇങ്ങനെയൊരു പ്രാഗൽഭ്യം നമുക്കുണ്ടെങ്കിൽ നാം ഭാഗ്യശാലികളായിരിക്കും. എൻ്റെ കർത്താവേ, എന്നെക്കുറിച്ച് ഉദ്ദേശിച്ചതെല്ലാം നിറവേറ്റാൻ കഴിഞ്ഞു, ഒന്നും ബാക്കി വയ്ക്കാനിടയായില്ല, ആരോടും പിണക്കമില്ല, ആരോടും നിരപ്പാകാനില്ല, ആരോടും വൈരാഗ്യം പുലർത്തിയിട്ടല്ല ഞാൻ പോകുന്നത്. കർത്താവേ, ആരോടും ഉള്ളിൽ നീരസം വെച്ചുകൊണ്ടല്ല ഞാൻ പോകുന്നത്. എല്ലാം മാറി, ഹൃദയം ശുദ്ധമായി. എൻ്റെ കർത്താവേ, ഈ ഭാഗ്യം നീ എനിക്ക് തന്നല്ലോ. ദൈവത്തിന് സ്തോത്രം. എല്ലാം സ്വച്ഛമായി, നിർമ്മലമായി, എല്ലാം വളരെ മനോഹരമായ അനുഭവത്തിൽ നമുക്ക് ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകാൻ നമുക്ക് സാധിക്കണം. നല്ല പോരാട്ടം പോരാടി. ശരിയാണ്, പോരാട്ടമുണ്ട്, യുദ്ധമുണ്ട്. ഈ ഭൂമിയിലെ ജീവിതത്തിൽ നാം പിശാചിനോട് പോരാടിയാണ് ജയിച്ച് പോകുന്നത്. പ്രിയപ്പെട്ടവർ, നാം ഒരു ദിവസം ഈ സംഭവത്തിൽ നിന്ന് നേരിടും. മരണത്തെ നാം നേരിടും, ഞാനും നേരിടും, നിങ്ങളും നേരിടും, ഒരു സംശയവുമില്ല. എന്നാൽ അന്ന് ഞാൻ പോരാട്ടം ഞാൻ പോരാടി തീർത്തു, ഞാൻ ഓടിയ ഓട്ടം ഞാൻ ഓടി തീർത്തു, ഞാൻ എൻ്റെ വിശ്വാസം സംരക്ഷിച്ച് ഇത്രയും കാലം വിശ്വാസത്തിൽ ഞാൻ ഉറച്ചു നിന്നു. നമുക്ക് ആ ഒരു പ്രാഗൽഭ്യമുണ്ടോ? ഇന്നത്തെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ആ പ്രാഗൽഭ്യമുണ്ടോ? ഞാൻ നല്ല പുറവരുതു, ഓട്ടം തികച്ചു,
വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. ദൈവത്തിന് സ്തോത്രം. എന്തൊരു ധൈര്യമാണ് അപ്പോസ്തലനായ പൗലോസിന്. കാരണം തടഞ്ഞു നിർത്താൻ വേറൊന്നുമില്ല, കെട്ടുകളൊന്നുമില്ല. എല്ലാ കെട്ടുകൾ അഴിഞ്ഞിരിക്കുന്നു. ഒരു കെട്ടുമില്ല. പ്രാവിൻ്റെ കാലിൽ ഒരു ചരട് കെട്ടിയിട്ട് അതിനെ ഭൂമിയിലേക്ക് എവിടെയെങ്കിലും കെട്ടിയിട്ടിരുന്നാൽ പ്രാവ് പറക്കാൻ ചിറകടിച്ചാലും പൊങ്ങില്ലല്ലോ. ഇന്ന് നാം ഈ ഭൂമിയിൽ നിന്ന് പൊങ്ങാതിരിക്കത്തക്കവണ്ണം ചില ചരടുകളുണ്ട് നമ്മുടെ ജീവിതത്തിൽ. ചരടുകൾ, നമ്മെ കെട്ടിയിട്ടിരിക്കുന്നതായ ചരടുകൾ. ഇപ്പോൾ ചെറുപ്പക്കാരായ ആളുകൾ വിചാരിക്കും, ഇത്രയും ചെറുപ്പമല്ലേ ആയുള്ളൂ, ഇനിയും കാലങ്ങൾ എത്രയോ കാലങ്ങൾ ജീവിക്കാനുണ്ട്, ഈ കാലങ്ങളെല്ലാം ജീവിക്കേണ്ട കാലങ്ങൾ ഞാൻ പെട്ടെന്ന് മരിച്ചു പോയാൽ എങ്ങനെ ചിന്തിച്ചു പോകും. പക്ഷേ അതുകൊണ്ട് മരിക്കണമെന്നല്ല പറഞ്ഞത്. പക്ഷേ ഏത് സമയത്ത് ഏത് പ്രായത്തിലും മരിക്കാൻ നാം ഒരുങ്ങിയിരിക്കണം. എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ, അതേ അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. വലിയൊരു വിശ്രമത്തിലേക്ക് നാം കടക്കുന്നു. ശോഭനമായൊരു വിശ്രമത്തിലേക്ക് നാം കടക്കുന്നു. അപ്പോഴാണ് സമാധാനം ലഭിക്കുന്നത്, സന്തോഷം ലഭിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ ഉദാഹരണത്തിൽ ആ മനുഷ്യൻ ആ വിശാലമായ പുൽപ്പരപ്പിൻ്റെ മനോഹാരിതയിൽ നിന്ന് തിരികെ വന്ന് ശരീരത്തിൽ പ്രവേശിച്ചപ്പോഴേക്കും വേദന തുടങ്ങി, ശക്തമായ വേദന. വീണ്ടും ഈ ശരീരത്തിൽ ജീവൻ നിൽക്കുമ്പോഴാണ് വേദന. ശരീരത്തിന് ജീവൻ കിട്ടിയപ്പോൾ വേദനയായി. അതുവരെ വേദനയായിരുന്നു. അപ്പോൾ അദ്ദേഹം ചിന്തിക്കുകയാണ്, ചോ പോരണ്ടായിരുന്നു, അവിടെ നിന്നാൽ മതിയായിരുന്നു, അവിടെ എന്ത് സുഖമായിരുന്നു, ഈ വേദന അനുഭവിക്കണ്ടായിരുന്നല്ലോ. ചിന്തിക്കുക, അയ്യോ അവിടെ നിന്നാൽ മതിയായിരുന്നു, അവിടെ കഴിഞ്ഞുകൂടിയാൽ മതിയായിരുന്നു, ഞാൻ വീണ്ടും ജീവനിലേക്ക് പോരണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, നാം ആ സ്വർഗീയ സൗഭാഗ്യം അനുഭവിച്ചു കഴിഞ്ഞാൽ, വിശ്വാസത്തോടുകൂടി അത് ഇന്ന് അനുഭവിക്കാൻ കഴിഞ്ഞാൽ, ഇന്ന് വിശ്വാസത്തോടെ അത് നമുക്ക് അനുഭവമാക്കാൻ നമുക്ക് സാധിച്ചാൽ, തീർച്ചയായും ഈ ലോക ജീവിതം നിസ്സാരമാണെന്ന് നമുക്ക് എണ്ണാൻ കഴിയും. അങ്ങനെയുള്ളവരാണ് വിശുദ്ധന്മാർ. ഞാൻ എൻ്റെ ആഗ്രഹം നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾക്ക് ഈ സമയത്ത് നിങ്ങളുടെ ഹൃദയം ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. നിങ്ങൾക്ക് കർത്താവിനോട് പറയാം, കർത്താവേ, എനിക്ക് എൻ്റെ ഈ ആയുസ് സമാധാനത്തോടെ ജീവിച്ചു തീർക്കാൻ കൃപ തരണം. എൻ്റെ പൂർവികന്മാർ കടന്നുപോയി, എൻ്റെ മാതാപിതാക്കൾ കടന്നുപോയി, എൻ്റെ പ്രിയപ്പെട്ടവർ പലരും കടന്നുപോയി. ഒരു ദിവസം ഞാനും കടന്നു പോകുമല്ലോ. എൻ്റെ കർത്താവേ, ഈ ഭൂമിയിൽ നിന്ന് ഒരു ദിവസം ഞാനും മാറ്റപ്പെടുമല്ലോ. അന്ന് എൻ്റെ കർത്താവേ, ഞാനിവിടെ എന്തെല്ലാം നേടിയെന്ന് പറഞ്ഞാലും ഒന്നും എൻ്റെ കൂടെ പോരുകയില്ലല്ലോ. എൻ്റെ യേശുവേ, എനിക്ക് വേണ്ടി ജീവൻ വെച്ച രക്ഷക, എനിക്ക് വേണ്ടി കുറ്റമില്ലാത്ത രക്തം ചിന്തിയ രക്ഷക, ഞാൻ നിന്നോട് യാചിക്കുകയാണ്. കർത്താവേ, എനിക്ക് സന്തോഷവും പ്രസന്നതയുമുള്ള ഒരു ശോഭനമായ സ്വർഗീയ ഭാവി എനിക്ക് തരണം. കർത്താവേ, നിത്യതയുടെ കൂടാരത്തിലേക്ക് ഞാൻ വരുമ്പോൾ, കർത്താവേ, നീ എന്നെ സ്വീകരിക്കുന്ന മഹാഭാഗ്യം എനിക്ക് തരണം. നിൻ്റെ സ്വർഗീയ ദൂതന്മാരെന്നെ കൂട്ടിക്കൊണ്ടു പോകുന്ന സൗഭാഗ്യം നീ എനിക്ക് തരണം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ ഒരു നിർബന്ധമായ പ്രാർത്ഥന നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. എന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉണ്ടായിരിക്കണം, വൈകുന്നേരം കിടക്കുമ്പോൾ ഉണ്ടായിരിക്കണം. കിടക്കാൻ നേരത്തെ എല്ലാം ഏൽപ്പിച്ചിട്ട് കിടക്കുകയാണ്. കർത്താവേ, ഇന്ന് രാത്രി ഞാൻ കിടക്കാൻ പോകുന്നു, ഞാൻ ഉറങ്ങാൻ പോവുകയാണ്. കർത്താവേ, ഈ ഉറക്കത്തിൽ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടാൽ നിൻ്റെ സന്നിധിയിൽ ഞാൻ കാണപ്പെടണമേ. ഞാൻ നീതിയിൽ നിൻ്റെ മുഖം കാണും, ഞാൻ നീതിയിൽ ഞാൻ ഉണരും. ദൈവത്തിന് സ്തോത്രം. When I awake in heaven, I would be fully satisfied with seeing that we are one in mind. ദൈവമേ, ഞാൻ അങ്ങ് ഉറക്കത്തിൽ മരിച്ച് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട് സ്വർഗത്തിൽ ചെന്ന് ഉണരുമ്പോൾ ഒരു കാര്യത്തിൽ ഞാൻ സന്തുഷ്ടനായിരിക്കും, ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിരിക്കും. എന്തിൽ? നാം തമ്മിൽ ഐക്യമായി എന്നുള്ളതിൽ. സ്തോത്രം. നിങ്ങൾക്ക് മനസ്സിലായോ? നാം തമ്മിൽ ഐക്യമായി എന്നുള്ളതിൽ സന്തോഷമായിരിക്കും. 17 സംഘത്തിന് അവസാനത്തെ വാക്യമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ നീതിയിൽ നിൻ്റെ മുഖം കാണും. ഈ ലോകത്തെ ജീവിതം കഴിഞ്ഞ് അപ്പുറത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ, അപ്പുറത്ത് ചെന്ന് ഞാൻ ഉണരുമ്പോൾ, ഇവിടെ ഉറങ്ങാൻ കിടന്നു, അവിടെ ചെന്ന് ഉണരുമ്പോൾ ഞാൻ പൂർണ്ണ തൃപ്തനായിരിക്കും. എന്തിൽ? ദൈവവും ഞാനും തമ്മിൽ സ്വരച്ചേർച്ച കുറവ് ഒന്നുമില്ല, ഇഷ്ടക്കേടൊന്നുമില്ല, നിരപ്പാണ് എന്നുള്ളതിൽ. വായിച്ചേ. ഞാനോ നീതിയിൽ നിന്റെ മുഖത്തെ കാണും, നീതീകരിക്കപ്പെട്ടവനായി നിന്റെ മുഖത്തെ കാണും. ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും. ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും. ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും. ദൈവത്തിന് സ്തോത്രം. ഞാൻ സ്വർഗത്തിൽ ചെന്ന് ഉണരും, അപ്പോൾ കർത്താവെ, ഞാൻ നേരെ മുഖാമുഖം കണ്ട് ഞാൻ തൃപ്തനാകും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഇപ്പോൾ നിങ്ങളുടെ ഹൃദയം നിങ്ങൾ കർത്താവിന് സമർപ്പിക്കുക, ജീവിതം കർത്താവിനെ ഏൽപ്പിക്കുക, കർത്താവിനോടൊരു വാക്ക് പറയുക. ഈ ഭൂമിയിൽ ഞാൻ കടന്നു പോകുമ്പോൾ എൻ്റെ കർത്താവെ, എല്ലാം തികച്ച് കടന്നു പോകാൻ എനിക്ക് ഭാഗ്യം തരണമേ.
പൂർണ്ണ തൃപ്തനായി കടന്നു പോകാൻ എനിക്ക് ഭാഗ്യം തരണമേ. ആത്മാവിൽ യഥാർത്ഥമായ വിശുദ്ധീകരണം അനുഭവിച്ചുകൊണ്ട് കടന്നു പോകാൻ എനിക്കിടയാകണമേ. ഒരു പൂർണ്ണ വിശുദ്ധനായി ഈ ഭൂമിയിൽ കടന്നു പോകാൻ എനിക്കിടയാകണമേ. എല്ലാം മാറി മറിയുമ്പോൾ നാഥ നീ എൻ്റെ കൂടെ നിൽക്കണമേ. പ്രാർത്ഥിക്കൂ, നിങ്ങൾ ജീവിതം കർത്താവിനെ സമർപ്പിക്കൂ. ഒരു കാര്യം ഉറപ്പിച്ച് ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയ സകല പാപങ്ങളും സകല അകൃത്യങ്ങളും യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്താൽ കർത്താവ് കഴുകിത്തരും. ഇന്ന് വരെ വന്നുപോയ സകല പാപങ്ങളും കർത്താവ് കഴുകിത്തരും. നിങ്ങൾ വിശ്വസിക്കൂ. ഒറ്റയ്ക്കൊരു കാര്യം മാത്രം, നാഥ ഇന്നു മുതൽ ഞാൻ എൻ്റേതല്ല, ഞാൻ നിൻ്റേത്. ഇന്നു മുതൽ ഞാൻ എൻ്റെ വകയല്ല, ഞാൻ നിൻ്റെ വക. സമർപ്പിക്കൂ. നിങ്ങൾ ജീവിതം കർത്താവിന് കൊടുക്കൂ. യേശുക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് പറയണം, കർത്താവേ നിൻ്റെ രക്തം കൊടുത്ത് നീ എന്നെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. ഇന്നു മുതൽ ഞാൻ എൻ്റെയല്ല, ഞാൻ നിൻ്റെയാണ്. യേശുവേ എന്നെ കഴുകണമേ, എന്നെ സ്വീകരിക്കണമേ, നിൻ്റെ സന്നിധിയിലേക്ക് എന്നെ ചേർക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ പരിശുദ്ധ പിതാവേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. എൻ്റെ കർത്താവേ, മരണത്തെ സന്തോഷത്തോടും സമാധാനത്തോടും പ്രസന്നതയോടും കൂടി നേരിടുവാനുള്ളതായി ഒരുക്കം ഞങ്ങൾക്ക് തരുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, ഇനിയും ഞങ്ങൾ കൂടിക്കാണുന്നതിന് മുൻപ് മരണം ഞങ്ങളെ സന്ധിക്കുന്നുവെങ്കിൽ കർത്താവെ പ്രസന്നതയോടെ തിരുമുമ്പാകെ കടന്നു വരുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഭാഗ്യം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അവിടുത്തെ രണ്ടാമത്തെ വരവിൽ തിരുസന്നിധിയിലേക്ക് ചേർക്കപ്പെടുന്ന കൂട്ടത്തിൽ എല്ലാവരെയും ചേർത്ത് അണയ്ക്കണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ.